ഹലോ ക്രിമിസ് അങ്ങനെ രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്ത് മുൻ ചാമ്പ്യന്മാരായ ഗുജറാത്ത് ടൈറ്റൻസ് ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സ്വന്തം ഹോം ഗ്രൗണ്ടായ അഹമ്മദാബാദിൽ ഫൈനലിൽ നേടാൻ ഒരുങ്ങുകയാണ്. എന്നുള്ള രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ 214 എന്നൊരു കൂറ്റൻ വിജയലക്ഷ്യം ഗുജറാത്ത് ടൈറ്റൻസ് വെറും 7 വിക്കറ്റ് ബാക്കി നൽകി മറികടക്കുകയായിരുന്നു. നമ്മുടെ പ്രിൻസ് രാജകുമാരൻ ശുഭ്മാൻ ഗില്ലിൻ്റെ തകർപ്പൻ സെഞ്ചുറിയുടെ കാര്യത്തിലാണ് ഗുജറാത്ത് ടൈറ്റൻസ് ആ ഒരു വിജയലക്ഷ്യം ഇന്നലെ മറികടന്നത്. ശുഭ്മാൻ ഗില്ല് ഇന്നലെ 53 പന്തിൽ 15 4ഉം 3 6ഉം ഉൾപ്പെടെ 104 റൺസാണ് ഇന്നലെ ഗുജറാത്തിന് വേണ്ടി നേടിയത്. അതുപോലെ തന്നെ ഒരു പ്ലേ ഓഫിലെ ഏറ്റവും വലിയൊരു സ്കോർ ചേസ് ചെയ്ത് ജയിക്കുന്ന മത്സരം കൂടിയായി ഇന്നലത്തെ RR വേഴ്സസ് ഗുജറാത്ത് ക്വാളിഫയർ. ഇന്നലെ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. അതായത് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കണ്ട പോലെ ആദ്യം ബാറ്റ് ചെയ്ത് നല്ലൊരു കൂറ്റൻ സ്കോർ ഉയർത്തി അത് ഡിഫെൻഡ് ചെയ്യാവുന്ന ഒരു കണക്കുകൂട്ടലാണ് രാജസ്ഥാൻ റോയൽസ് ഇന്നലെ ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയതും. പക്ഷേ ആ ഒരു കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിക്കുന്ന രീതിയിലായിരുന്നു തുടക്കം. ആദ്യ ഓവറിൽ തന്നെ SCSലിനെയും രണ്ടാം ഓവറിൽ ധ്രുവ് ജുറലിനെയും മടക്കി ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഇരട്ടപ്രഹരം. എന്നാൽ സ്ഥാനക്കയറ്റം കിട്ടി വന്ന നമ്മുടെ രവീന്ദ്ര ജഡേജയും വൈഭവ് സൂര്യവംശിയും ചേർന്ന് രാജസ്ഥാൻ ഇന്നിങ്സിന് ജീവൻ വെപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഇരുവരും കൂടി നല്ലൊരു പാർട്ണർഷിപ്പ് അവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിക്കിൻ്റെ രൂപത്തിൽ വീണ്ടും രാജസ്ഥാൻ ഒരു വെല്ലുവിളി വരികയായിരുന്നു. ജഡേജ ചെറുതായി ഒന്ന് ഇഞ്ചേർഡായിട്ട് റിട്ടയർഡ് ഔട്ട് ആവുകയായിരുന്നു. പിന്നീട് വന്ന ക്യാപ്റ്റൻ പരാഗും അതുപോലെ തന്നെ ദാശ്വൻ ഷണക ജോഫ്ര ആർച്ചറിന് വീണ്ടും ഒരു സ്ഥാനക്കയറ്റം കൊടുത്തു. ഇന്നലെ ബാറ്റിംഗ് ഓർഡറിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടാണ് രാജസ്ഥാൻ കളിച്ചത്. പക്ഷേ ജഡേജയുടെ കാര്യത്തിൽ അത് ഓക്കെ ആയിരുന്നു. പക്ഷേ ജോഫ്ര ആർച്ചറിനെ മുമ്പടക്കിയത് കുറച്ചൊന്ന് കടന്നു കൈയായി പോയി. ഡെനോവൻ ഫെരേരയ്ക്ക് പകരമായിരുന്നു ജോഫ്ര ആർച്ചർ ഇന്നലെ വന്നത്. അതായത് ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരത്തിൽ ജോഫ്ര ആർച്ചറിൻ്റെ വക നല്ലൊരു ഇന്നിങ്സ് ഉണ്ടായിരുന്നു. ആ ഒരു ഇന്നിങ്സിൻ്റെ ഇതിലായിരിക്കും ജോഫ്ര ആർച്ചറിനെ ഇന്നലെ സ്ഥാനക്കയറ്റം കിട്ടി. എന്നാൽ അതുപോലെ ഒരു ഇന്നിങ്സ് ഒന്നും ഇന്നലെ ജോഫ്ര ആർച്ചറിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടില്ല. വെറും 4 ബോളിൽ 7 റൺസ് മാത്രമല്ല ജോഫ്ര ആർച്ചറിന് നേടാനായുള്ളൂ. എന്നാൽ മറുവശത്ത് നമ്മുടെ വൈഭവ് സൂര്യവംശി ഉറച്ചു നിന്നുകൂടി രാജസ്ഥാൻ സ്കോറിന് ജീവൻ വെപ്പിക്കുകയായിരുന്നു. വൈഭവിൻ്റെ വക ഇന്നലെ കണ്ടതൊരു സ്ലോവസ്റ്റ്, അതായത് ഇതുവരെ കളിച്ച പുള്ളിയുടെ ഭാഗത്ത് ഒരു സ്ലോവസ്റ്റ് ഇന്നിങ്സ് ആണ്. ഇന്നലെ 31 പന്തിലാണ് വൈഭവ് സൂര്യവംശി അർദ്ധ സെഞ്ചുറി നേടിയത്. എന്നാൽ അതിന് ശേഷം പുള്ളി കത്തിക്കയറുകയായിരുന്നു. 50 അടിച്ച ശേഷം പതുക്കെ ആളുടെ ഗിയറൊന്ന് ചേഞ്ച് ചെയ്തു. പക്ഷേ ഇന്നലെ സെഞ്ചുറിക്ക് 4 റൺസ് അകലെ വീണ്ടും സൂര്യവംശി വീഴുകയായിരുന്നു. വൈഭവ് സൂര്യവംശി ഇന്നലെ 47 പന്തിൽ 8 4ഉം 7 6ഉം ഉൾപ്പെടെ 96 റൺസാണ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി നേടി രാജസ്ഥാൻ ഇന്നിങ്സിൻ്റെ നെടുന്തൂണായി മാറിയത്. എന്നാൽ വൈഭവ് സൂര്യവംശി പുറത്തായ ശേഷം വന്ന ഡെനോവൻ ഫെരേരയുടെ കിടിലൻ ഫിനിഷാണ് രാജസ്ഥാൻ റോയൽസിനെ നല്ലൊരു മികച്ച സ്കോറിലെത്തിച്ചത്. ഡെനോവൻ ഫെരേര ഇന്നലെ 11 പന്തിൽ 2 4ഉം 4 6ഉം ഉൾപ്പെടെ 38 റൺസാണ് ഇന്നലെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി എഴുതിയത്. റാഷിദ് ഖാൻ്റെ അവസാന ഓവറിൽ 3 6ഉം 2 4ഒക്കെ ഉൾപ്പെടെ ഏകദേശം 27-28 റണ്ണാണ് ഇന്നലെ റാഷിദ് ഖാൻ്റെ ഓവറിൽ എഴുതിയത്. റാഷിദ് ഖാൻ ഇന്നലെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. 2 ഓവറിൽ വിട്ടുകൊടുത്തത് ഇന്നലെ 45 റൺസാണ് ഇന്നലെ റാഷിദ് ഖാൻ വിട്ടുകൊടുത്തത്. അങ്ങനെ രാജസ്ഥാൻ്റെ ഈ ഒരു സ്കോർ മറികടക്കാനായി GT ഓപ്പണേഴ്സായിട്ട് ശുഭ്മാൻ ഗില്ലും സായ് സുദർശനും വരുന്നു. മികച്ച പാർട്ണർഷിപ്പാണ് ഇരുവരും കൂടി നമുക്ക് ഇതിൽ കൂട്ടിച്ചേർത്തത്. അതായത് പവർ പ്ലേയിൽ തന്നെ ഗുജറാത്ത് സ്കോർ 69 കിടത്തി. ഏകദേശം ഒരു 10 ഓവറിൽ തന്നെ ഗുജറാത്ത് സ്കോർ 127 എത്തിച്ചു. അതായത് ഒട്ടും ഒരു പേസ് കുറയാതെയാണ് ഗുജറാത്ത് ബാറ്റിങ്ങിനെ ഇന്നലെ ഇരുവരും കൂടി ചേർന്ന് നയിച്ചത്. ഈസിയാണ് ഇന്നലെ ബൗണ്ടറികളൊക്കെ സായ് സുദർശനും ഗില്ലും ഗുജറാത്തിന് വേണ്ടി കണ്ടെത്തിയത്. കൂടുതലും ഫോറുകളായിരുന്നു. നമുക്കറിയാം ഈ ഇരുവരും എന്ന് പറഞ്ഞാൽ അത്ര വലിയ ആക്രമണിക ഷോട്ടല്ല, കുറച്ചൊരു ക്ലാസിക് ഇന്നിങ്സുകളാണ് ഇരുവരുടെയും ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെയായിരുന്നു ഇന്നലത്തെ ഒരു ഇന്നിങ്സ്. ഇരുവരും കൂടി 1ാം വിക്കറ്റിൽ കൂട്ടിച്ചേർത്തത് 167 റൺസാണ്. എന്നാൽ 13ാം ഓവറിലാണ് വീണ്ടും ആ നിർഭാഗ്യം സായ് സുദർശനെ തേടി വരുന്നത്. നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ ഹിറ്റ് വിക്കറ്റാകുന്നത് എന്തൊരു കഷ്ടമാണ് അല്ലേ. ഇന്നലെ വീണ്ടും ഒരു ഹിറ്റ് വിക്കറ്റിലൂടെയാണ് സായ് സുദർശൻ പുറത്തായത്. സായ് സുദർശൻ്റെ കൈമാൻ്റെയും സൂപ്പർ ഗ്ലൂ വെച്ച് ബാറ്റ് പിടിക്കണം എന്ന് തോന്നുന്നു. ഈ ഒരു സ്വഭാവമുള്ളത് നമ്മുടെ ഋഷഭ് പന്തിനാണ്. ഇതുപോലെ ബാറ്റ് കയ്യിൽ പോകുന്ന സ്വഭാവമുള്ളത് ഋഷഭ് പന്തിന്. പക്ഷേ ബാറ്റ് കയ്യിൽ നിന്നെങ്കിലും സ്റ്റമ്പ് മേക്ക് ഇല്ല, പുറത്തെവിടെയെങ്കിലുമൊക്കെ പോകുള്ളൂ. ഇത് പക്ഷേ സ്റ്റമ്പ് മേക്ക് ഇന്നലെ നേരെ തിരിഞ്ഞ് സ്റ്റമ്പ് മേക്ക് വീണ് ഇന്നലെ സായ് സുദർശൻ ഹിറ്റ് വിക്കറ്റായിരുന്നു. അപ്പോൾ ഗില്ലിൻ്റെ ഒക്കെ ഒരു എക്സ്പ്രഷൻ മുട്ടുകുത്തിന്ന് തലയിൽ വെച്ച് ഇവന് എന്തോന്ന് ഇത് കാണിക്കുന്നത്, എന്താ ചെയ്യുക. അങ്ങനെ ചിലപ്പോൾ ആ ഒരു ബാറ്റിങ്ങിൻ്റെ ഒരു അലസത അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ആ ഒരു ഷോട്ട് കളിക്കുന്നതിൻ്റെ റിസ്റ്റ് വർക്ക് ചെയ്യണതിൻ്റെ ഒരു റിയാക്ഷനൊക്കെ ആയിട്ട് അങ്ങനെ ബാറ്റ് വന്ന് വീഴണം. അങ്ങനെ വീണ്ടും ഹിറ്റ് വിക്കറ്റായിട്ട് സായ് സുദർശൻ പുറത്തുകയായിരുന്നു. 32 പന്തിൽ 8 4ഉം 1 6ഉം ഉൾപ്പെടെയാണ് 58 റൺസാണ് ഇന്നലെ സായ് സുദർശൻ
ഗുജറാത്തിന് വേണ്ടി നേടിയത്. അപ്പോഴേക്കും കളി ഏകദേശം ഗുജറാത്തിൻ്റെ കയ്യിലായിരുന്നു. 167 ഏകദേശം 14 ഓവറിൽ തന്നെ 167 ഗുജറാത്ത് എത്തിയിരുന്നു. പിന്നീട് വന്ന ജോസ് ബട്ട്ലറിന് ജസ്റ്റ് ഒന്ന് നിന്ന് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇന്നലെ 9 റൺസ് നേടിയപ്പോൾ നോട്ട് ഔട്ടാണ്. ശുഭ്മാൻ ഗിൽ ഇന്നലെ കിടിലൻ സെഞ്ചുറി നേടി. 53 പന്തിൽ 15 ഫോറും 3 സിക്സും ഉൾപ്പെടെ 104 റൺസ്. ശുഭ്മാൻ ഗിൽ തന്നെയാണ് ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആയത്. അതായത് ഗുജറാത്തിനെ വിജയത്തിലെത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വെച്ചത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ തന്നെ. പിന്നീട് വന്ന വാഷിങ്ടൺ സുന്ദറും രാഹുൽ തെവാട്ടിയൊക്കെ ചേർന്ന് ഗുജറാത്തിനെ ഫൈനലിലേക്കുള്ള ടിക്കറ്റ് എടുത്തു കൊടുക്കുകയായിരുന്നു. തെവാട്ടി അവസാന പന്തിൽ 18.4 പന്തിൽ 6 അടിച്ച് ഗുജറാത്തിനെ അവരുടെ മൂന്നാം ഫൈനലിലെത്തുകയായിരുന്നു. അങ്ങനെ ഒരു കൺസിസ്റ്റൻസി എപ്പോഴും കീപ്പ് ചെയ്തു വന്ന ഒരു ടീമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഗില്ലിൻ്റെ ഗുജറാത്ത് ടൈറ്റൻസ്. അപ്പോൾ ഞായറാഴ്ചയാണ് ഫൈനലിൽ ആര് തങ്ങളുടെ 2ാം കിരീടം സ്വന്തമാക്കുന്ന അറിയാം. ഡിഫെൻഡിങ് ചാമ്പ്യന്മാർ ബാക്ക് ടു ബാക്ക് കപ്പടിക്കുകയോ അതോ ഗുജറാത്ത് ടൈറ്റൻസ് ഹോം ഗ്രൗണ്ടിൽ സ്വന്തം കാണികൾക്ക് മുമ്പിൽ കപ്പ് തൂക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.